എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പിയാഷെ, the cognitive process that manages how we take in new information and incorporate that new information into our existing knowledge is, according to Piaget, പിയാഷെയുടെ അഭിപ്രായത്തിൽ the cognitive process that manages how we take in new information, നമ്മൾ എങ്ങനെയാണ് പുതിയ വിവരങ്ങളെ, പുതിയ ഇൻഫർമേഷൻസിനെ സ്വീകരിക്കുന്നത്, ആൻഡ് ഇൻകോർപ്പറേറ്റ് ദാറ്റ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു അവർ എക്സിസ്റ്റിംഗ് നോളജ്, ആ ഇൻഫർമേഷനെ, ആ പുതിയ ഇൻഫർമേഷനെ നമ്മുടെ നിലവിലുള്ള വിവരത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് എന്നതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ പിയാഷെ എന്താണ് വിളിച്ചത്? പുതിയ അറിവുകളെ നാം സ്വീകരിക്കുകയും നിലവിലുള്ള നമ്മുടെ വിവരത്തിലേക്ക് ആ അറിവിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തെ, ആ കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ എന്താണ് പിയാഷെ വിളിച്ചിരിക്കുന്നത്? അക്കോമഡേഷൻ, ബി അസിമിലേഷൻ, സി ഷേപ്പിംഗ്, ഡി ഇൻസൈറ്റ്. ബി ആണ് ഉത്തരം, അസിമിലേഷൻ. അസിമിലേഷൻ ആണ് നിലവിലുള്ള നമ്മുടെ വിവരത്തിലേക്ക് പുതിയ ഒരു കാര്യത്തെ കൂടി കൂട്ടിച്ചേർക്കുന്നതിനെ പറയുക. എന്താണ് പിയാഷെയുടെ അക്കോമഡേഷൻ, അസിമിലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മനുഷ്യനിൽ വൈജ്ഞാനികമായ വികസനം നടക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ജീൻ പിയാഷെ ആ സ്റ്റെപ്പുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിന് പ്രധാനമായും 4 സ്റ്റെപ്പുകളാണ് ഈ ലേണിങ്ങിനുള്ളത്, പഠനത്തിനുള്ളത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. അതിന് പ്രത്യേകമായ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. 1 സ്കീമ, 2 അസിമിലേഷൻ, 3 അക്കോമഡേഷൻ, 4 ഇക്വിലിബ്രിയം. 1നും 2നും ഇടയിൽ, സ്കീമക്കും അസിമിലേഷനും ഇടയിൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ വാക്കുകളുടെ ആശയങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ഡോക്ടർ കെ ശിവരാജന്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗം അല്പം കട്ടിയുള്ള ഭാഗമാണ്, അഥവാ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ലളിതമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലളിതമായ രീതിയിൽ ഞാനതൊന്ന് ചുരുക്കിയിട്ട് പറയാം. ഇവിടെ സ്കീമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കീമ എന്നതാണല്ലോ ഒന്നാമത്തെ വാക്ക്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള അറിവാണ്. 2 ഡിസിക്വിലിബ്രിയം. എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, എനിക്കതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ സ്കീമയിലുള്ള അറിവ് പോരാ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം പറയാൻ പറ്റാതായത്. അപ്പോഴാണ് എന്നിലൊരു ഡിസിക്വിലിബ്രിയം ഉണ്ടാകുന്നത്, അഥവാ എൻ്റെ സമതുലിതാവസ്ഥ നഷ്ടമാവുകയാണ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക? ഡിസിക്വിലിബ്രിയം മാറ്റി ഇക്വിലിബ്രിയം കൊണ്ടുവരിക എങ്ങനെയാണ്? അതിനുള്ള 2 മാർഗങ്ങളാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ. അസിമിലേഷൻ എന്നാൽ എൻ്റെ നിലവിലുള്ള സ്കീമയിലേക്ക്, അഥവാ എൻ്റെ നിലവിലുള്ള അറിവിലേക്ക് ഞാൻ പുതിയ ഐഡിയകളും കൺസെപ്റ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അഥവാ നിലവിലുള്ള സ്കീമ, അഥവാ നിലവിലുള്ള വിവരത്തിന് അനുബന്ധമായിട്ടുള്ള മറ്റുള്ള വിവരങ്ങൾ കൂടിയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്നു. അതാണ് അസിമിലേഷൻ. എന്നാൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുക, എൻ്റെ നിലവിലുള്ള സ്കീമ മാറ്റി, അഥവാ നിലവിലുള്ള വിവരം മാറ്റിയിട്ട് പുതിയൊരു സ്കീമ നിർമ്മിക്കുകയാണ് ചെയ്യുക. അഥവാ നിലവിലുള്ള വിവരം ശരിയല്ല എന്ന് മനസ്സിലാകുന്നു, അപ്പോൾ അതിന് പകരം ഞാൻ മറ്റൊരു കാര്യം പഠിച്ചെടുക്കുന്നു.
അപ്പോൾ നിലവിലുള്ള ധാരണ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ശരിയായ ധാരണ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു. അതിനെയാണ് അക്കൊമഡേഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നുകിൽ അസിമിലേഷൻ വഴി അല്ലെങ്കിൽ അക്കൊമഡേഷൻ വഴി ഞാൻ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമതുലിതാവസ്ഥ ഉണ്ടാകുന്നു, സംതൃപ്തി ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെയാണ് പുതിയ വിവരങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. വൈജ്ഞാനികമായ വികാസം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിസോർഡർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിസോർഡർ? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ? എ കണ്ടക്ട് ഡിസോർഡർ, ബി ഓട്ടിസം, സി ഡിപ്രഷൻ, ഡി ഫോബിയ. ബി ആണ് ഉത്തരം, ഓട്ടിസം. ഓട്ടിസമാണ് ഈ പറഞ്ഞവയുടെ കൂട്ടത്തിൽ ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ട് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേജ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദി മെമ്മറി പ്രോസസ്? വിച്ച് സ്റ്റേജ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദി മെമ്മറി പ്രോസസ്? മെമ്മറി പ്രോസസ്സിൽ ഉൾപ്പെടാത്ത സ്റ്റേജ് ഏതാണ്? നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കുന്നതിന്റെ ആ പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് മെമ്മറി പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്റർഫിയറൻസ്, എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. എ ആണ് ഉത്തരം, ഇന്റർഫിയറൻസ്. എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്നിവ മെമ്മറി പ്രോസസ്സിന്റെ ഭാഗമാണ്. എന്താണ് എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കുന്നതിന് 3 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. 1 എൻകോഡിംഗ്, 2 സ്റ്റോറിംഗ്, 3 റിട്രീവിംഗ്. എൻകോഡിംഗ് എന്നാൽ അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ആദ്യം അതിനെ എൻകോഡ് ചെയ്തുകൊണ്ടാണ്. അഥവാ നമ്മുടെ തലച്ചോറിൽ നമ്മൾ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. ആ രൂപത്തിലേക്ക് ഈ വിവരങ്ങളെ മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുക. നമ്മൾ അറിഞ്ഞ വിവരങ്ങളെ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുക, അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുക. മെന്റൽ റെപ്രസെന്റേഷൻസ് ആയിട്ട് അഥവാ മാനസിക ബിംബങ്ങളായിട്ടാണ് നമ്മൾ ഈ വിവരങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നത്. ആ രൂപത്തിലേക്ക് വിവരങ്ങളെ മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്റ്റോറിംഗ് അഥവാ മെന്റൽ റെപ്രസെന്റേഷൻസ് ആയി മാനസിക ബിംബങ്ങളായി നമ്മൾ മാറ്റിയിട്ടുള്ള ഈ വിവരങ്ങളെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുക. അത് നമ്മുടെ മനസ്സിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അതാണ് സ്റ്റോറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് റിട്രീവിംഗ്. നമ്മൾ ഈ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ ഓർത്തെടുക്കുക, അതാണ് റീകാൾ. നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച വിവരങ്ങളെ ഓർത്തെടുക്കുക എന്നതാണ്, ആവശ്യം വരുമ്പോൾ ഓർത്തെടുക്കുക, അതിനെയാണ് റിട്രീവിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓർമ്മയിൽ അഥവാ മെമ്മറി എന്ന പ്രക്രിയയിൽ നടക്കുന്നത്. എൻകോഡിംഗ്, സ്റ്റോറിംഗ്, റിട്രീവിംഗ്. നമ്മുടെ മെമ്മറി പ്രോസസ്സിൽ ഈ 3 കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെ പല മനഃശാസ്ത്രജ്ഞരും പല വാക്കുകളാലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് വുഡ്വർത്ത് എന്ന മനഃശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ 4 കാര്യങ്ങൾ മെമ്മറി പ്രോസസ്സിൽ ഉണ്ട്. അതായത് നമ്മളൊരു കാര്യം ഓർത്തു വെക്കുമ്പോൾ അതിന് 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി ലേണിംഗ് അഥവാ നമ്മളൊരു കാര്യം പഠിക്കുക. പഠിച്ചതിന് ശേഷം റിട്ടൻഷൻ, അതാണ് രണ്ടാമത്തെ ഘട്ടം, അഥവാ നമ്മുടെ തലച്ചോറിൽ അതിനെ നിലനിർത്തുക. എൻകോഡിംഗ്, സ്റ്റോറിംഗ്, നേരത്തെ പറഞ്ഞ എൻകോഡിങ്ങും സ്റ്റോറിങ്ങും ചേർത്തുകൊണ്ട് അദ്ദേഹം ഒറ്റ വാക്ക് പറയുകയാണ് റിട്ടൻഷൻ. നമ്മുടെ തലച്ചോറിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക, നിലനിർത്തുക. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വുഡ്വർത്ത് പറയുന്നത് റീകാൾ, പുനഃസ്മരണ. അതിനെയാണ് നേരത്തെ നമ്മൾ റിട്രീവിംഗ് എന്ന് പറഞ്ഞത്. നാലാമതായിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, റെക്കഗ്നിഷൻ അഥവാ തിരിച്ചറിവ്. ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട് എന്നാണ് വുഡ്വർത്ത് മെമ്മറിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് മെമ്മറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേഡറ്റ് 3 പരീക്ഷയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാം.
സ്മരണയെ നമുക്ക് പലതായിട്ട് വർഗീകരിക്കാവുന്നതാണ്. അതിലൊന്നാണ് സമീപ സ്മരണയും സ്ഥിരസ്മരണയും. സമീപ സ്മരണ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മെമ്മറി, സ്ഥിരസ്മരണ പെർമനന്റ് മെമ്മറി. അഥവാ നമ്മൾ ഒരു കാര്യം പഠിച്ച് കുറച്ചു നേരം മാത്രം നമ്മുടെ ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഇമ്മീഡിയറ്റ് മെമ്മറി. നമ്മൾ ഒരു ടെലിഫോൺ ഡയറക്ടറി നോക്കിയിട്ട് അതിലുള്ള നമ്പർ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുന്നു, എന്നിട്ട് നമ്മൾ ഡയൽ ചെയ്യുന്നു. അങ്ങനെ നമ്പർ ആ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നമ്പർ മറന്നു കളയുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. സ്ഥിരമായിട്ട് ആ നമ്പർ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ നിലനിർത്തുന്നില്ല. രണ്ടാമത് സ്ഥിരസ്മരണയാണ്. അഥവാ നമ്മുടെ സുഹൃത്തുക്കളുടെ പേരുകൾ, നമ്മുടെ ബന്ധുക്കളുടെ പേരുകൾ ഒരിക്കൽ പറഞ്ഞു പിന്നെ നമ്മളത് മറന്നു കളയുന്നില്ലല്ലോ. സ്ഥിരമായിട്ട് നമ്മുടെ ഓർമ്മയിൽ അത് സൂക്ഷിക്കുകയാണ്. അതിനെയാണ് സ്ഥിരസ്മരണ എന്ന് പറയുന്നത്, പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. രണ്ടാമത്തത് യാന്ത്രിക സ്മരണയും യുക്തിപര സ്മരണയും, റോഡ് മെമ്മറി ആൻഡ് ലോജിക്കൽ മെമ്മറി. റോഡ് മെമ്മറി അഥവാ യാന്ത്രിക സ്മരണ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക പോലും ചെയ്യാതെ യാന്ത്രികമായി ഓർക്കാൻ സഹായിക്കുന്ന സ്മരണയാണ് യാന്ത്രിക സ്മരണ. അർത്ഥമോ ആശയമോ ഒന്നും പഠിക്കാതെ ഒരു കാര്യം അങ്ങനെ മനഃപ്പാഠമാക്കാറുണ്ടല്ലോ ചില കുട്ടികൾ, എന്നിട്ട് അത് ഓർത്തെടുത്ത് എഴുതുന്നു. ചില കുട്ടികളിൽ ഈ ശേഷി വളരെ ശക്തമായിരിക്കും. അവരിങ്ങനെ വെറുതെ ആശയമൊന്നും പഠിക്കാതെ തന്നെ ഹൃദിസ്ഥമാക്കിയിട്ട് അതിൻ്റെ ഒരു ഉള്ളടക്കം ഒന്നും മനസ്സിലാക്കാതെ പരീക്ഷാ കടലാസിൽ ആ പഠിച്ച കാര്യം അതുപോലെ പകർത്തി വെക്കുന്നത് കാണാൻ സാധിക്കും. ഇത് തൽക്കാലം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓർമ്മയിൽ വെക്കുക എന്നൊരു പരിമിതമായ ലക്ഷ്യം നേടാൻ ഇത് സഹായിക്കുമെങ്കിലും ഇങ്ങനെ റോഡ് മെമ്മറി അഥവാ യാന്ത്രിക സ്മരണ വിശ്വാസയോഗ്യമല്ല. അത് സ്ഥിരമായ ഓർമ്മയ്ക്ക് സഹായവുമല്ല. അതുകൊണ്ട് കുട്ടികൾക്കിടയിൽ പാഠഭാഗങ്ങൾ അങ്ങനെ പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. യുക്തിസ്മരണ എന്ന് പറഞ്ഞാൽ അത് ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനമാണ്. ആശയം മനസ്സിലാക്കിയിട്ട് യുക്തിചിന്തനത്തിൻ്റെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും പരിണിത ഫലമായിട്ടുണ്ടാവുന്നതാണ് യുക്തിപര സ്മരണ. മൂന്നാമത്തത് വ്യക്തിഗത സ്മരണയും വസ്തുനിഷ്ഠ സ്മരണയും, പേഴ്സണൽ മെമ്മറി ആൻഡ് ഇംപേഴ്സണൽ മെമ്മറി. വ്യക്തിഗത സ്മരണയിൽ സ്വന്തം അനുഭവങ്ങളാണ് ഒരു കുട്ടി ഓർക്കുക. വ്യക്തിഗത സ്മരണ അഥവാ പേഴ്സണൽ മെമ്മറിയിൽ സ്വന്തം അനുഭവങ്ങളാണ് ഒരു കുട്ടി ഓർക്കുന്നത്. എന്നാൽ ഇംപേഴ്സണൽ മെമ്മറി അഥവാ വസ്തുനിഷ്ഠ സ്മരണയിൽ അവനവനുമായിട്ട് ബന്ധപ്പെടുത്താതെ പഠിച്ച കാര്യങ്ങൾ മാത്രം ഓർക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അതാണ് വ്യക്തിഗത സ്മരണയും വസ്തുനിഷ്ഠ സ്മരണയും തമ്മിലുള്ള വ്യത്യാസം. നാലാമത്തത് സജീവ സ്മരണയും നിഷ്ക്രിയ സ്മരണയും, ആക്റ്റീവ് മെമ്മറി ആൻഡ് പാസീവ് മെമ്മറി. ആക്റ്റീവ് മെമ്മറി അഥവാ സജീവ സ്മരണ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പഠിച്ച കാര്യങ്ങൾ ആവശ്യാനുസരണം ഓർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷാ ഹാളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടി താൻ പഠിച്ച കാര്യങ്ങൾ മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതാണ് ആക്റ്റീവ് മെമ്മറി. എന്നാൽ നിഷ്ക്രിയ മെമ്മറി അഥവാ പാസീവ് മെമ്മറി എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കാതെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരിക. അഥവാ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലെ കൃഷിയെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മകൾ കടന്നു വരുന്നു. അതിനെയാണ് പാസീവ് മെമ്മറി എന്ന് പറയുക. ആക്റ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പരീക്ഷാ ഹാളിൽ ഒരു കുട്ടി പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അത് ആക്റ്റീവ് മെമ്മറിയാണ് അവിടെ കുട്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ ശ്രമിക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ കടന്നു വരുന്നതിനെയാണ് പാസീവ് മെമ്മറി അഥവാ നിഷ്ക്രിയ സ്മരണ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ശീലസ്മരണയും യഥാർത്ഥ സ്മരണയും, ഹാബിറ്റ് മെമ്മറി ആൻഡ് ട്രൂ മെമ്മറി. ഒരു പാഠം നല്ല പോലെ ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കിയത് കൊണ്ട് ഏതാണ്ട് യാന്ത്രികമെന്ന പോലെ പുനസ്മരിക്കാനാവുന്നതാണ് ശീലസ്മരണ. ഒരു പാഠം നല്ല പോലെ ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കിയത് കൊണ്ട് യാന്ത്രികമെന്ന പോലെ നമുക്ക് പുനസ്മരിക്കാൻ സാധിക്കും. അതിനെയാണ് ശീലസ്മരണ എന്ന് പറയുന്നത്. എന്നാൽ ആശയ സംബന്ധനം പോലുള്ള ശാസ്ത്രീയമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠിച്ച് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച പാഠ്യവസ്തുക്കളുടെ സ്മരണ ഇങ്ങനെ ഒരു ശീലസ്മരണയല്ല. അതാണ് യഥാർത്ഥ സ്മരണ. ആശയസംബന്ധനം പോലുള്ള ശാസ്ത്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച പാഠ്യവസ്തുക്കളുടെ സ്മരണ അതാണ് യഥാർത്ഥ സ്മരണ എന്നത്.
ഇപ്പൊ കണക്കിലെ പട്ടികകൾ കുട്ടികൾ ആവർത്തിച്ച് ഹൃദയസ്ഥമാക്കുന്നത് ശീലസ്മരണക്ക് ഉദാഹരണമാണ്. അതേസമയം തന്നെ ഈ ആവർത്തന സങ്കലന രീതിയിൽ ഗുണനപ്പട്ടിക നിർമ്മിച്ച് അതിനിടെ ഗുണനഫലത്തെപ്പറ്റി യുക്തിപരമായ ചില ബന്ധങ്ങൾ കുട്ടികൾ കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് കുട്ടികൾ അത് പഠിക്കുന്നതെങ്കിൽ അതുവഴി യഥാർത്ഥ സ്മരണയാണ് ഉണ്ടായിത്തീരുക. അപ്പൊ ശീലസ്മരണയും യഥാർത്ഥ സ്മരണയും, ഹാബിറ്റ് മെമ്മറി ആൻഡ് ട്രൂ മെമ്മറി, ഇതിൽ വിദ്യാഭ്യാസ ചിന്തകർ പ്രാമുഖ്യം നൽകുന്നത് യഥാർത്ഥ സ്മരണക്കാണ്, ട്രൂ മെമ്മറിക്കാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹ്രസ്വകാല സ്മരണയും ദീർഘകാല സ്മരണയുമാണ്. ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി, STM ആൻഡ് LTM നമുക്ക് പരിശോധിക്കാം. ഹ്രസ്വകാല സ്മരണയും ദീർഘകാല സ്മരണയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഹ്രസ്വകാല സ്മരണ അഥവാ ഷോർട്ട് ടേം മെമ്മറി കുറച്ചു നേരത്തേക്ക് മാത്രം നമ്മൾ ഓർത്തു വെക്കുന്ന കാര്യങ്ങളാണ്. ഒരു ടെലിഫോൺ ഡയറക്ടറിയിൽ നോക്കിയിട്ട് നമ്മൾ ഒരു കാര്യം, ഒരു നമ്പർ പഠിക്കുന്നു എന്നിട്ട് ഡയൽ ചെയ്യുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആ നമ്പർ ഓർക്കുന്നില്ല, നമ്മളത് മറന്നു കളയുകയാണ്. അതാണ് ഷോർട്ട് ടേം മെമ്മറി. ദീർഘകാല മെമ്മറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദീർഘകാല സ്മരണ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മറന്നു കളയാത്ത കാര്യമാണ്. അഥവാ നമ്മുടെ സഹോദരങ്ങളുടെ പേര്, നമ്മുടെ സുഹൃത്തുക്കളുടെ പേര്, നമ്മുടെ ജന്മദേശത്തിന്റെ പേര്, ഇതൊന്നും നമ്മൾ പെട്ടെന്ന് മറന്നു കളയാൻ ഉദ്ദേശിക്കുന്നവയല്ലല്ലോ. അത് സ്ഥിരമായിട്ടുള്ള ഒരു വിവര സംഭരണമാണ്. അതാണ് ഹ്രസ്വകാല സ്മരണയും ദീർഘകാല സ്മരണയും തമ്മിലുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വ്യത്യാസം. പുതിയ ഒരു കാര്യം, പുതിയ ഒരു നമ്പർ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നമ്പർ നമ്മൾ മറന്നു കളയുന്നു. അഥവാ ടെലിഫോൺ ഡയറക്ടറിയിൽ നോക്കിയിട്ട് നമ്മൾ ആദ്യം വായിച്ച് പഠിച്ച് ഡയൽ ചെയ്ത നമ്പർ മറ്റൊരു നമ്പർ നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തേത് മറന്നു കളയുന്നു. അതാണ് ഹ്രസ്വകാല സ്മരണയുടെ പ്രത്യേകത. എന്നാൽ ഈ ഹ്രസ്വകാല സ്മരണയെ നമുക്ക് ദീർഘകാല സ്മരണയാക്കി മാറ്റാം, ലോങ് ടേം മെമ്മറി ആക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ ആ പഠിച്ച കാര്യം നമ്മുടെ ഉള്ളിൽ ആന്തരികമായ പരിശീലനം വഴി നമുക്കത് ഷോർട്ട് ടൈം മെമ്മറിയെ ലോങ് ടൈം മെമ്മറി ആക്കി മാറ്റാൻ സാധിക്കും. ഈ ഷോർട്ട് ടേം മെമ്മറിയിലെ ഇനങ്ങളുടെ വിപുലീകരണം വഴി നമുക്കവയെ ലോങ് ടേം മെമ്മറി ആക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മുടെ നാഡീ പ്രവർത്തനങ്ങളാണ് അന്തർഭവിച്ചിരിക്കുന്നത്. എന്നാൽ ലോങ് ടേം മെമ്മറിയിലാവട്ടെ ന്യൂറോണുകളുടെ സ്ഥിരമായ രൂപമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ന്യൂറോണുകളുടെ സ്ഥിരമായ രൂപമാറ്റം ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടായിരിക്കുന്നു. ഷോർട്ട് ടേം മെമ്മറിയിലാവട്ടെ നാഡീ പ്രവർത്തനങ്ങളാണ് അന്തർഭവിച്ചിരിക്കുന്നത്. ഒരാളോട് ഒരു പട്ടികയിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് അത് മനഃപ്പാഠമാക്കാനും പിന്നീട് അത് ഓർത്തെടുത്ത് ആവർത്തിച്ച് പറയാനും പറയുകയാണ്. അങ്ങനെ അയാൾ ഓർത്തെടുത്ത് പറയുമ്പോൾ അയാൾക്ക് അവസാനത്തെ ഏതാനും പദങ്ങളാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അയാൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. അയാൾ ആ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഓർമ്മയിൽ ഉണ്ടാവുക. സമീപകാല സ്വാധീനം അതിലുണ്ടായിരിക്കും. എന്നാൽ ആ പട്ടിക പഠിച്ചിട്ട് ഒരാൾ ആദ്യം പഠിച്ച ആ പട്ടികയിലെ ആദ്യത്തെ വാക്കുകളാണ് ഒരാൾക്ക് നന്നായിട്ട് ഓർക്കാൻ സാധിക്കുന്നതെങ്കിൽ അയാൾ അവിടെ ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് സാധിക്കുന്നത് ലോങ് ടേം മെമ്മറിയാണ്. ഈ ലോങ് ടേം മെമ്മറിയിൽ ആദ്യകാല സ്വാധീനമാണ് ഉണ്ടായിരിക്കുക. ഷോർട്ട് ടേം മെമ്മറിയിൽ സമീപകാല സ്വാധീനവും ലോങ് ടേം മെമ്മറിയിൽ ആദ്യകാല സ്വാധീനവുമാണ് ഉണ്ടായിരിക്കുക. ഒരു ലിസ്റ്റിന്റെ ആദ്യത്തെ പദങ്ങളാണ് ഒരാൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അവിടെ അയാൾക്ക് ലോങ് ടേം മെമ്മറിയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. ഇനി ആ ലിസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ പദങ്ങളാണ് അയാൾക്ക് ഓർത്തു വെക്കാൻ സാധിക്കുന്നെങ്കിൽ, അതാണല്ലോ ഏറ്റവും അവസാനമായിട്ട് അയാൾ പഠിച്ചിരിക്കുന്നത്, അതാണ് അയാൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അവിടെ സമീപകാല സ്വാധീനമുണ്ട്. അതാണ് ഷോർട്ട് ടേം മെമ്മറി ആണ് അയാൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു പ്രത്യേകത അത് ശ്രദ്ധാ വ്യതിചലനത്തിന് അടിമപ്പെടുന്നു എന്നാണ്. അഥവാ നമ്മുടെ ശ്രദ്ധ അല്പം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമ്മൾ ആ പഠിച്ച കാര്യം മറന്നുപോകും. ഉദാഹരണത്തിന് ടെലിഫോൺ ഡയറക്ടറിയിൽ നോക്കിയിട്ട് നമ്മൾ ഒരു നമ്പർ പഠിച്ചു, പക്ഷേ പെട്ടെന്നാണ് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയി, അപ്പോൾ നമ്മൾ ആ നമ്പർ മറന്നുപോയി. ഇങ്ങനെയാണ് ഷോർട്ട് ടേം മെമ്മറിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയെ
ഇല്ലാതാക്കി കളയും, അത് തുടച്ചു മാറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ ലോങ് ടേം മെമ്മറി അങ്ങനെയല്ല. നമ്മുടെ ശ്രദ്ധ അല്പം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ പേര് നമ്മൾ മറന്നു പോകുമോ? ഇല്ല. ശ്രദ്ധാ വ്യതിചലനത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നു ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയുടെ മറ്റൊരു പ്രത്യേകത, നമുക്ക് അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ടെലിഫോൺ നമ്പർ നമുക്ക് അങ്ങനെ ഇപ്പോൾ പഠിച്ച ഒരു ടെലിഫോൺ നമ്പർ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് മറന്നുപോയി എന്നേക്കുമായി. പിന്നെ നമ്മൾ ഓർക്കണമെങ്കിൽ പിന്നീട് ആ പേപ്പറിലേക്ക് നോക്കിയിട്ട് ആ നമ്പർ വീണ്ടും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് STMന്റെ ഒരു പ്രത്യേകത. ഷോർട്ട് ടേം മെമ്മറിയുടെ പ്രത്യേകത, അത് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ്. എന്നാൽ ലോങ് ടേം മെമ്മറി അങ്ങനെയല്ല. ചില നേരത്ത് നമ്മളത് മറന്നുപോയാലും കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വന്നേക്കാം. പിന്നീട് ശ്രമിച്ചു നോക്കുമ്പോൾ അതിനെ നമ്മുടെ ഓർമ്മയുടെ സംഭരണിയിൽ നിന്ന് പുറത്തെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കും. അതാണ് ലോങ് ടേം മെമ്മറി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടക് പരീക്ഷയിൽ, ഒരു കാറ്റഗറി 3 പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നോക്കാം. രാജൻ നോസ് ഹിസ് വൈഫ്സ് ഫോൺ നമ്പർ. രാജന് അവന്റെ വൈഫിന്റെ ഫോൺ നമ്പർ അറിയാം. ബട്ട് ഹി കനോട്ട് റീകാൾ ദ നമ്പർ ഹി സെർച്ച്ഡ് ആൻഡ് ഡയൽഡ് ഫ്രം ദ ടെലിഫോൺ ഡയറക്ടറി. ടെലിഫോൺ ഡയറക്ടറിയിൽ അയാൾ അയാൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തി ഡയൽ ചെയ്ത ഫോൺ നമ്പർ അതൊരു പുതിയ ഫോൺ നമ്പറാണ്. അത് അയാൾക്ക് പിന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ദീസ് ടു എക്സ്പ്ലെയിൻസ്, ഇത് രണ്ടും വിശദീകരിക്കുന്നത് എന്താണ്? അപ്പൊ ആദ്യത്തിൽ വൈഫിന്റെ ഫോൺ നമ്പർ അയാളുടെ ലോങ് ടേം മെമ്മറിയിലുള്ള ഒരു കാര്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും, അയാൾക്കത് അറിയാം. എന്നാൽ ഇപ്പോൾ ടെലിഫോൺ ഡയറക്ടറി നോക്കിയിട്ട് അയാൾ സെർച്ച് ചെയ്തെടുത്ത് ഡയൽ ചെയ്ത നമ്പർ അതൊരു പുതിയ നമ്പറാണ്. അത് പിന്നീട് ഓർത്തെടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അത് ഷോർട്ട് ടേം മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ ലോങ് ടേം മെമ്മറിയാണ്, പിന്നെ ഷോർട്ട് ടേം മെമ്മറിയുമുണ്ട്. ലോങ് ടേം മെമ്മറി വൈഫിന്റെ ഫോൺ നമ്പർ, പിന്നെ ഷോർട്ട് ടേം മെമ്മറി എന്നാണ് ഇപ്പോൾ ഡയൽ ചെയ്ത നമ്പർ. അപ്പോൾ എ ആണോ ശരിയായ ഉത്തരം? ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഒരു പക്ഷേ നമ്മൾ മറ്റുള്ള ഓപ്ഷൻസ് ശ്രദ്ധിച്ചില്ല എങ്കിൽ അതാണ് ശരി എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയേക്കും. കാരണം ഇതിൽ ഷോർട്ട് ടേം മെമ്മറിയെ കുറിച്ചും പറയുന്നുണ്ട്, ലോങ് ടേം മെമ്മറിയെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ എ എന്ന ഓപ്ഷൻ ശരിയല്ല. കാരണം അതിൽ ആദ്യം ഷോർട്ട് ടേം മെമ്മറി എന്നും പിന്നീട് ലോങ് ടേം മെമ്മറി എന്നുമാണ് പറയുന്നത്. ബി എന്ന ഓപ്ഷൻ നോക്കുമ്പോഴോ ആദ്യം ലോങ് ടേം മെമ്മറി എന്നും പിന്നെ ഷോർട്ട് ടേം മെമ്മറി എന്നും പറയുന്നു. അപ്പം വളരെ കൃത്യമായ മറുപടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോങ് ടേം മെമ്മറിയാണ് ആദ്യത്തെ. വൈഫിന്റെ ഫോൺ നമ്പർ എന്നത് ലോങ് ടേം മെമ്മറിയാണ്. പിന്നെയാണ് ഷോർട്ട് ടേം മെമ്മറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്നതാണ് ശരി. അതാണ് ആ ക്രമം, ചോദ്യത്തിലുള്ള ക്രമം അങ്ങനെയാണ്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. ഇനി സ്മരണക്ക് സഹായകമായ എളുപ്പ വഴികളാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ഒരു കാര്യം കുട്ടി പഠിച്ച് അത് കുറെ കാലം മനസ്സിൽ സൂക്ഷിക്കാൻ എന്താണ് വഴി, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതിലൊരു രീതിയാണ് ഉരുവിടൽ രീതി അഥവാ റെസിറ്റേഷൻ മെത്തേഡ്. കുട്ടി പഠിക്കേണ്ടുന്ന പാഠഭാഗം നോക്കിയിട്ട് പലതവണ വായിക്കുന്നു, ശേഷം പുസ്തകം അടച്ചു വെച്ചിട്ട് ആ ഭാഗം ഓർത്തു നോക്കുന്നു. അതിങ്ങനെ കാണാതെ ഉരുവിട്ട് നോക്കുന്നു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഏത് ഭാഗമാണ് തനിക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കാത്തത് എന്ന്. ആ ഭാഗം കുട്ടി പുസ്തകം തുറന്നിട്ട് വീണ്ടും പലതവണ വായിക്കുന്നു, ശേഷം പുസ്തകം അടച്ചു വെച്ചിട്ട് വീണ്ടും അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ രീതിയിൽ ഉരുവിട്ട് നോക്കി പഠിക്കുന്ന രീതിയാണ് റെസിറ്റേഷൻ മെത്തേഡ്. രണ്ടാമത്തേതാണ് ഇടവിട്ടുള്ള രീതിയും ഇടവിടാതെയുള്ള രീതിയും, സ്പേസ്ഡ് മെത്തേഡ് ആൻഡ് അൺസ്പേസ്ഡ് മെത്തേഡ്. അഥവാ ഇടവിടാതെയുള്ള രീതി എന്ന് പറഞ്ഞാൽ, അൺസ്പേസ്ഡ് മെത്തേഡ് എന്നാൽ ഒരു കവിത ഒറ്റ ഇരിപ്പിന് പഠിക്കുക, അതാണ് അൺസ്പേസ്ഡ് മെത്തേഡ്. സ്പേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് പഠിക്കുക. കുറച്ച് സമയം വായിച്ചു, ശേഷം അല്പനേരം അത് നിർത്തിവെച്ചതിന് ശേഷം അല്പനേരം കഴിഞ്ഞ് വീണ്ടും പഠിക്കുക. ആ രീതിയാണ് ഇടവിട്ടുള്ള രീതി. ഈ രണ്ട് രീതിയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു 10 വരിയുള്ള ഒരു ചെറിയ കവിതയാണ് ഉള്ളതെങ്കിൽ അത് ഒറ്റ ഇരിപ്പിൽ തന്നെ പഠിച്ചു തീർക്കാൻ സാധിക്കും. ഇനി അതല്ല 200 വരിയുള്ള ഒരു കവിതയാണെങ്കിൽ അത് ഒറ്റ ഇരിപ്പിന് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇടവിട്ടുള്ള രീതിയാണ് അതിൽ ഉപയോഗിക്കാൻ സാധിക്കുക. സ്പേസ്ഡ് മെത്തേഡാണ് അതിൽ നല്ലത്. ഇങ്ങനെ ഇടവേള വിട്ടുള്ള രീതിക്ക്
മറ്റതിനെ അപേക്ഷിച്ച് ചില മെച്ചങ്ങളൊക്കെയുണ്ട്. കാരണം തളർച്ച ഒഴിവാക്കാം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാഠ്യവസ്തുവിനെ ഒന്ന് പുനരവലോകനം ചെയ്യാനും നമുക്ക് അവസരം കിട്ടും. അതുകൊണ്ട് ദീർഘസമയം ഒരേ കാര്യം കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന മുഷിച്ചിൽ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ വിദ്യാർത്ഥിക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഈ ഇടവിട്ടുള്ള രീതി കൊണ്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇടവിടാതെയുള്ള രീതിയും ഉപയോഗിക്കാം. പാഠഭാഗം ചെറുതാണെങ്കിലൊക്കെ പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ തന്നെ പഠിച്ചു തീർക്കുകയും ചെയ്യാം. മൂന്നാമത്തതാണ് ഭാഗിക രീതിയും സമഗ്ര രീതിയും, പാർട്ട് മെത്തേഡ് ആൻഡ് ഹോൾ മെത്തേഡ്. പാഠഭാഗത്തെ പലതായിട്ട് വേർതിരിച്ച് പഠിക്കുന്ന രീതിയാണ് പാർട്ട് മെത്തേഡ്. വലിയ പാഠഭാഗമാണെങ്കിൽ അതിനെ 2 or 3 ഭാഗങ്ങളാക്കി ആദ്യ ഭാഗം പഠിച്ച് ശേഷം 2ാം ഭാഗം പഠിച്ച് ശേഷം 3ാം ഭാഗത്തിലെത്തുന്ന ആ രീതിയാണ് പാർട്ട് മെത്തേഡ്. സമഗ്ര രീതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തെ ആദ്യാവസാനം ആവർത്തിച്ച് ചൊല്ലി പഠിക്കുന്ന രീതിയാണ് ഹോൾ മെത്തേഡ്, സമഗ്ര രീതി. അപ്പൊ ഇത് രണ്ടും പ്രയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ചെറിയ പാഠഭാഗമാണെങ്കിൽ നമുക്ക് അതിനെ സമഗ്ര രീതിയിൽ പഠിക്കാം, ഒന്നിച്ച് അത് മുഴുവനായിട്ട് ചൊല്ലി പഠിക്കാം. ഇനി അത് വലിയ കവിതയാണെങ്കിൽ ആ കവിതയെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ട് പഠിക്കാം. അപ്പൊ അത് പാഠഭാഗത്തിനനുസരിച്ച്, പാഠവസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ഹൃദ്യസ്ഥമാക്കാവുന്നതാണ്. ഏത് രീതി, ഈ രണ്ടിൽ ഏത് രീതിയും ഉപയോഗിക്കാം. ഇവിടെ നേരത്തെ നമ്മൾ സ്പേസ്ഡ് മെത്തേഡും അൺസ്പേസ്ഡ് മെത്തേഡും പറയുകയുണ്ടായി. അതും ഈ പാർട്ട് മെത്തേഡും ഹോൾ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ പറഞ്ഞ സ്പേസ്ഡ് അൺസ്പേസ്ഡ് അങ്ങനെ 2 പറഞ്ഞല്ലോ. അതും ഈ പാർട്ട് മെത്തേഡും ഹോൾ മെത്തേഡും. അപ്പൊ ഈ 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സ്പേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സമയമാണ്. അവിടെ ഒറ്റ ഇരിപ്പിന് പഠിക്കുന്നതിനാണ് അൺസ്പേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒറ്റ ഇരിപ്പിന് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒറ്റ ഇരിപ്പിൽ അങ്ങ് ചൊല്ലി പഠിക്കുക, അതാണ് അൺസ്പേസ്ഡ് മെത്തേഡ്. സ്പേസ്ഡ് മെത്തേഡ് നേരത്തെ പറയുമ്പോൾ സമയമാണ് അവിടെ സ്പേസ് ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം പഠിച്ചു, എന്നിട്ട് അവിടെ നിർത്തി വെച്ച് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നു, അതാണ് സ്പേസ്ഡ് മെത്തേഡ് രീതി. പക്ഷെ ഇവിടെ ഈ പാർട്ട് മെത്തേഡ്, ഹോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പാഠഭാഗത്തെയാണ് നമ്മൾ പലതായി വേർതിരിക്കുന്നത്, സമയത്തെ അല്ല. പാഠഭാഗത്തെ പലതായിട്ട് വേർതിരിക്കുന്നു, അതാണ് പാർട്ട് മെത്തേഡ്. നാലാമത്തത് യാന്ത്രിക രീതിയും ബൗദ്ധിക രീതിയും, റോട്ട് മെത്തേഡ് ആൻഡ് ഇന്റലിജന്റ് മെത്തേഡ്. അതായത് കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാതെ പഠിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥി അവിടെ യാന്ത്രിക രീതി അഥവാ ബൗദ്ധികമല്ലാത്ത രീതിയാണ് അവലംബിക്കുന്നത്. മറിച്ച് ബൗദ്ധിക രീതിയിൽ കുട്ടി പഠിക്കുകയാണെങ്കിൽ പാഠ്യവസ്തുവിന്റെ ആഴത്തിലുള്ള ധാരണ ആ കുട്ടിക്കുണ്ടാവും. അപ്പോൾ റോട്ട് മെത്തേഡ് ചില സന്ദർഭങ്ങളിൽ കുട്ടി ഉപയോഗിക്കേണ്ടി വന്നേക്കും. അഥവാ അർത്ഥരഹിതമായ പദങ്ങളാണ് ഒരു പാഠഭാഗത്തുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ലാത്ത ഒരു ഭാഗമാണ് മനഃപ്പാഠമാക്കേണ്ടതെങ്കിൽ അവിടെ യാന്ത്രിക രീതി ആ കുട്ടി പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ സാധാരണഗതിയിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടി പഠിക്കുക. അപ്പൊ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി പഠിക്കുകയാണെങ്കിൽ എളുപ്പം പഠിക്കാനും സാധിക്കും. അവിടെ ഇന്റലിജന്റ് മെത്തേഡാണ് കുട്ടി ഉപയോഗിക്കുക. അഞ്ചാമത്തത് വർഗീകരണ രീതിയും താളബദ്ധ രീതിയും, ഗ്രൂപ്പിംഗ് മെത്തേഡ് ആൻഡ് റിതം മെത്തേഡ്. ഈ താളവും അതുപോലെ വർഗീകരണവും ഒക്കെ പഠനത്തെ ഏറെ സഹായിക്കും. അത് ഓർമ്മയിൽ നിലനിർത്തുവാനും ഏറെ സഹായകമാണ്. ഇപ്പോൾ താളത്തോടു കൂടിയുള്ള പദ്യങ്ങൾ അത് പഠിക്കാൻ എളുപ്പമാണ് ഗദ്യം പഠിക്കുന്നതിനേക്കാൾ. അപ്പോൾ താളബദ്ധ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കും. നാലാമത്തെ ചോദ്യം, an unconscious process where painful experience, shameful thoughts etc. are removed from conscious mind by pushing down them to unconscious mind. An unconscious process, ഒരു ബോധപൂർവമല്ലാത്ത പ്രക്രിയ. വേർ പെയിൻഫുൾ എക്സ്പീരിയൻസസ്, നമ്മുടെ വേദനാജനകമായ അനുഭവങ്ങളും ഷെയിംഫുൾ തോട്ട്സ്, ലജ്ജാവഹമായ ചിന്തകളുമൊക്കെ ആർ റിമൂവ്ഡ് ഫ്രം കോൺഷ്യസ് മൈൻഡ്, അവയൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നീക്കം ചെയ്യുകയും ബൈ പുഷിംഗ് ഡൗൺ ദം ടു അൺകോൺഷ്യസ് മൈൻഡ്, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അവയെ തള്ളിവിടുകയും ചെയ്യുന്ന
പ്രക്രിയയെ എന്താണ് പറയുക? നമ്മുടെ വേദനാജനകമായ അനുഭവങ്ങളെയും ലജ്ജാവഹമായ ചിന്തകളെയും ഒക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളി നീക്കുന്ന പ്രക്രിയയെ എന്താണ് പറയുക? റെഗ്രഷൻ, സപ്രഷൻ, അഗ്രഷൻ, റെപ്രഷൻ. ഡി ആണ് ഉത്തരം. റെപ്രഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ മനസ്സിലുള്ള ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ചോദ്യത്തിലുള്ളത്. ഇതിൽ എന്താണ് റെഗ്രഷൻ, സപ്രഷൻ, അഗ്രഷൻ, റെപ്രഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ചോദ്യത്തിന്റെ ഓപ്ഷനായി നൽകിയിരിക്കുന്ന റെഗ്രഷൻ, കോമ്പൻസേഷൻ, ഐഡന്റിഫിക്കേഷൻ, റെപ്രഷൻ ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവയെല്ലാം ചില ഡിഫൻസ് മെക്കാനിസങ്ങളാണ് അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമായോജന തന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയാം. അതായത് മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അവയെ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അവയാണ് പ്രതിരോധ തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അവയെ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് പ്രതിരോധ തന്ത്രങ്ങൾ. ഒന്നാമതായി നമുക്ക് ദമനം അഥവാ റെപ്രഷൻ എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ മനസ്സിൽ പലവിധ മാനസിക സംഘട്ടനങ്ങൾ ഉണ്ടാകും. നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അവയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ, അതിനെയാണ് ദമനം എന്ന് പറയാം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘട്ടനങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് അതുകൊണ്ട് ഇതുവഴി എന്താണ് ആ വ്യക്തി ശ്രമിക്കുന്നത്? അയാളെ അസ്വസ്ഥമാക്കിയേക്കാവുന്ന അനുഭവങ്ങളെയൊക്കെ അയാൾ മറക്കാൻ ശ്രമിക്കുകയാണ്. പിരിമുറുക്കമോ ഉത്കണ്ഠയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിച്ച് ഒരു താൽക്കാലിക ആശ്വാസം കൈവരിക്കുകയാണ് ദമനം വഴി അയാൾ ചെയ്യുന്നത്. ഈ ദമനം വളരെ അപകടകരമായ ഒരു തന്ത്രമാണ്. കാരണം അത് വൈകാരിക അസ്വാസ്ഥ്യത്തെ ഒളിച്ചു വെക്കുക വഴി കൂടുതൽ ശാശ്വതമാക്കി മാറ്റുന്നു. ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്നതാണ് ഉത്കണ്ഠാജന്യമായ നാഡീരോഗത്തിന്റെ മുഖ്യ കാരണം. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചതുണ്ടല്ലോ, അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം എന്താണ്? അതും ഈ ദമനമാണ്. ഈ ഉത്കണ്ഠാജന്യമായ നാഡീരോഗങ്ങൾ പോലെ തന്നെ അക്ഷരപ്പിഴവുകളും നാക്കുപിഴവുകളും ഒക്കെ ദമനം വഴി ഉണ്ടായിത്തീരുന്നു. പ്രതിരോധ തന്ത്രങ്ങളിൽ രണ്ടാമത്തേതാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കുക, അതാണ് പ്രക്ഷേപണം. അതായത് സ്വന്തം പരാജയങ്ങൾക്ക് ഉത്തരവാദിത്തം മറ്റുള്ളവരാണ് എന്ന് പറയാം, അതാണ് പ്രക്ഷേപണം. ഉദാഹരണത്തിന് ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പന്ത് റാക്കറ്റ് കൊണ്ട് അടിച്ചപ്പോ അത് നെറ്റിൽ തട്ടി. അപ്പോൾ അയാൾ ഇത് എന്റെ കുഴപ്പമാണ് എന്നല്ല ചിന്തിക്കുക, ഇത് റാക്കറ്റിന്റെ കുഴപ്പമാണ്, എന്റെ കയ്യിലിരിക്കുന്ന റാക്കറ്റിലേക്കാണ് അയാൾ നോക്കുക. ഇത് എന്റെ കുഴപ്പമല്ല, റാക്കറ്റിന്റെ കുഴപ്പമാണ് എന്ന് അയാൾ പറയും. ഇതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുക. ഈ റാക്കറ്റിന് എന്തോ തകരാറുണ്ട് എന്നാണ് അയാൾ പറയുക. മൂന്നാമത്തേതാണ് ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും വ്യക്തിയുമായോ സംഘവുമായോ സ്ഥാപനവുമായോ താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നു. കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുമായോ സിനിമാ താരങ്ങളുമായോ ക്രിക്കറ്റ് കളിക്കാരുമായോ താദാത്മ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുമൊക്കെയുള്ള തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നു. അഥവാ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ആളായിത്തീരുന്നു. അവരുടെ വിജയത്തിൽ ഇവൻ വലിയ സന്തോഷമുണ്ടാവുന്നു. ഒരു സിനിമാ താരത്തിന്റെ ആളാവുന്നു. അവന്റെ സിനിമ വിജയിക്കുമ്പോൾ അത് തനിക്ക് കിട്ടിയ അംഗീകാരം പോലെ തന്നെ തന്റെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുന്നു. ഇതിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. പ്രതിരോധ തന്ത്രങ്ങളിൽ നാലാമത്തേതാണ് യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയൊക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രം, അതാണ് റാഷണലൈസേഷൻ.
തന്റെ ബലഹീനതകളെയും പരാജയങ്ങളെയും കഴിവുകേടുകളെയും ഒക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രം, അതാണ് റാഷണലൈസേഷൻ. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്? അയാളുടെ നിരാശാബോധം കുറക്കാൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, രണ്ട് മധുരിക്കുന്ന നാരങ്ങ ശൈലി. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് പറഞ്ഞാൽ ഈസോപ്പ് കഥയിലെ കുറുക്കന്റെ കഥ പോലെയാണ്. കുറുക്കന് മുന്തിരി കിട്ടാതായപ്പോ കുറുക്കൻ പറഞ്ഞു, ഇനി മുന്തിരി വേണ്ട, ആ മുന്തിരി പുളിക്കും എന്ന്. അതുപോലെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ഒരു കുട്ടി ചിലപ്പോ പറയും, കൂടുതൽ മാർക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവന്റെ പോരായ്മയെ അവൻ ന്യായീകരിക്കാൻ, വലിയ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. രണ്ടാമത്തെ തരമാണ് മധുരിക്കുന്ന നാരങ്ങ ശൈലി. അതായത് സ്വന്തം നേട്ടങ്ങളിൽ അവൻ സംതൃപ്തനല്ല, എന്നിട്ട് പോലും അയാൾ അത് വലിയൊരു നേട്ടമായിട്ട് കരുതും. ഉദാഹരണത്തിന് സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, ഇപ്പൊ എനിക്ക് കുടുംബം നോക്കാൻ ഒരുപാട് സമയം കിട്ടി എന്ന്. അപ്പോൾ അയാൾ സസ്പെൻഷനിലായി എന്നത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്, അയാൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷെ അതിനെയും വലിയ നേട്ടമായിട്ട് അയാൾ അവതരിപ്പിക്കുകയാണ്, ഇപ്പൊ എനിക്ക് കുടുംബം നോക്കാൻ കുറെ സമയം കിട്ടി എന്ന്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ ശൈലിയെയാണ് റാഷണലൈസേഷൻ, യുക്തീകരണം എന്ന് പറയാം. ഇതുവഴി അയാൾ തന്റെ നിരാശാബോധം കുറക്കാനാണ് ശ്രമിക്കുന്നത്. അഞ്ചാമത്തതാണ് ഉദാത്തീകരണം, സബ്ലിമേഷൻ. അതായത് സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ചില ആഗ്രഹങ്ങൾ ചില വ്യക്തികൾക്കുണ്ടാകും. അവർക്ക് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. അതിനെന്താണ് വഴി? അതിന് അവരൊരു തന്ത്രം കണ്ടെത്തും. ആ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടും. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന്, ഈ സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഈ ആഗ്രഹങ്ങൾ മിക്കപ്പോഴും ലൈംഗിക സ്വഭാവമുള്ളതായിരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? അവയുടെ പ്രകടനം, ഈ ലൈംഗിക സ്വഭാവമുള്ള ഇവയുടെയൊക്കെ പ്രകടനം സംഗീതം, കല, സാഹിത്യം എന്നിവയിലെ സർഗപ്രവൃത്തികളാണ് എന്ന് പറഞ്ഞ് ഉദാത്തീകരിക്കുക അവർ. ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുവഴി ഒരു വ്യക്തി തന്റെ വ്യക്തിത്വത്തിലെ അധീശത്വ ഭാവം വികസിപ്പിച്ച് അങ്ങനെ സംഭവിക്കുന്ന ഉദാത്തീകരണത്തിലൂടെ തന്റെ പോരായ്മകൾ പലതും നീക്കുന്നു. അതാണ് സബ്ലിമേഷൻ. ആറാമത്തേതാണ് അനുപൂരണം, കോമ്പൻസേഷൻ. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രം, അതാണ് കോമ്പൻസേഷൻ. അഥവാ അക്കാദമിക വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടി, അഥവാ പഠനത്തിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടി സ്പോർട്സിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നു. അത് അനുപൂരണത്തിന് ഉദാഹരണമാണ്. പഠിക്കാൻ കഴിയുന്നില്ല, അതിൽ നാണക്കേടുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ എന്താ ചെയ്യുക? അത് അവൻ മറ്റൊരു കഴിവിലൂടെ അതിന് പരിഹാരം ഉണ്ടാക്കണം. അതായത് അവന്റെ സ്പോർട്സ് കഴിവുകളൊക്കെ, സ്പോർട്സിലൊക്കെ ഒരുപാട് ട്രോഫികളൊക്കെ നേടിയിട്ട് തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അവൻ ശ്രമിക്കുന്നു. ഏഴാമത്തതാണ് പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ. അതായത് ഒരു വ്യക്തി വികസനത്തിന്റെ മുൻഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന തന്ത്രം, അതാണ് പശ്ചാത്ഗമനം. അതായത് ഒരു കുട്ടിക്ക് എല്ലാവിധ പരിഗണനയും ലഭിച്ചുകൊണ്ടിരുന്നു, അവന്റെ മാതാപിതാക്കൾ അവനെ നന്നായി ലാളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുതിയൊരു കുട്ടി കൂടി ജനിച്ചപ്പോ മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയുടെ അത്ര പരിഗണന ലഭിക്കുന്നില്ല. അപ്പോൾ മൂത്ത കുട്ടി പലപ്പോഴും തന്റെ പഴയകാല ശൈലിയിലേക്ക് തിരിച്ചു പോകും. മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ടേയിരിക്കും, കിടക്കയിൽ മൂത്രമൊഴിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ അവന്റെ പഴയകാല ചര്യകളാണ്. പഴയകാലത്ത് അവൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ അവൻ വളർന്ന് വലുതായി ആ ശീലങ്ങളൊക്കെ മാറിയതും മാറ്റേണ്ടതുമാണ്. പക്ഷേ ഇവന് പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പ് കരഞ്ഞതുപോലെ തന്നെ അവൻ കരയാൻ തുടങ്ങുന്നു, കിടക്കയിലൊക്കെ മൂത്രമൊഴിക്കാൻ തുടങ്ങുന്നു. ഇതിനെയാണ് പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ എന്ന് പറയാ. വികസനത്തിന്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തന്നെയുള്ള തിരിച്ചുപോക്ക്, അതാണ് റെഗ്രഷൻ. അഞ്ചാമത്തെ ചോദ്യം, കോൾബർഗ്സ് തിയറി ഈസ് ബേസ്ഡ് ഓൺ. കോൾബർഗ്സ് തിയറി ഈസ് ബേസ്ഡ് ഓൺ. കോൾബർഗിന്റെ തിയറി താഴെ പറയുന്നതിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? ഏതിനെ സംബന്ധിച്ചുള്ളതാണ്? എ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ബി, മോറൽ ഡെവലപ്മെന്റ്. സി, സോഷ്യൽ ഡെവലപ്മെന്റ്. ഡി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ബി ആണ് ഉത്തരം, മോറൽ ഡെവലപ്മെന്റ്. സാൻമാർഗിക വികസനം അഥവാ മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് കോൾബർഗിന്റെ തിയറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. എല്ലാ കാറ്റഗറി പരീക്ഷകളിലും ഈ തിയറിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്.
അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മൾ ആ തിയറി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കത് പരിശോധിക്കാം. സാൻമാർഗിക വികസനം പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആ ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു ശാസ്ത്രജ്ഞനാണ് കോൾബർഗ്. കോൾബർഗ് സാമൂഹിക വികസനത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം അതിന് പല ഘട്ടങ്ങളായിട്ടാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം കണ്ടെത്തിയത് 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങളുണ്ട് സാൻമാർഗിക വികസനത്തിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ കൺവെൻഷണൽ എന്ന് വിളിച്ചു, അഥവാ വ്യവസ്ഥാപിത പൂർവ്വതലം. അടുത്ത 2 ഘട്ടങ്ങളെ അദ്ദേഹം കൺവെൻഷണൽ എന്നാണ് വിളിച്ചത്, അഥവാ വ്യവസ്ഥാപിത തലം. അവസാനത്തെ 2 ഘട്ടങ്ങൾ അദ്ദേഹം വ്യവസ്ഥാപിതാനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ എന്നാണ് അദ്ദേഹം വർഗീകരിച്ചത്. അപ്പോൾ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, ഇങ്ങനെയാണ് കോൾബർഗ് സാമൂഹിക വികസന ഘട്ടങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതാണ് കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. ഒന്നാമത്തെ തലം വ്യവസ്ഥാപിത പൂർവ്വതലം, 4 മുതൽ 10 വയസ്സ് വരെ. അതിന് താഴെ തലം 2 വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ. തലം 3 വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. തലം 1 വ്യവസ്ഥാപിത പൂർവ്വതലം അഥവാ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഈ 4 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. അടി കിട്ടരുത്, മാതാപിതാക്കളിൽ നിന്ന് അടി കിട്ടരുത്, അവർ ചീത്ത പറയരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് ഒന്നാമത്തെ ഘട്ടം. 2ാം ഘട്ടമാണ് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. കുട്ടികളുടെ ആവശ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടി മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് 2ാം ഘട്ടം. ഇനി തലം 2 കൺവെൻഷണൽ സ്റ്റേജ് അഥവാ വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അവസ്ഥയാണത്. അതിൽ ഒരു ഘട്ടം സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അഥവാ അവർക്കൊരു ഗ്യാങ് ഉണ്ടാകും, ആ ഗ്യാങ്ങിന്റെ മാനദണ്ഡങ്ങളോടൊക്കെ യോജിച്ചു പോകുന്ന ഘട്ടം. ഘട്ടം 4 സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സാമൂഹിക നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഘട്ടമാണ് ഘട്ടം 4. ഇനി 3ാമത്തെ തലം വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷമാണ് ഈ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത എന്താണ്? ഘട്ടം 5 നോക്കാം. അതിൽ തലം 3-ൽ 2 ഘട്ടങ്ങൾ, 5, 6 എന്നീ 2 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 5-ൽ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അപ്പോൾ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളൊക്കെ കുട്ടി അംഗീകരിക്കുന്ന ഘട്ടമാണ് 13 വയസ്സിന് ശേഷമുള്ള ആദ്യ ഘട്ടം. ഘട്ടം 6 സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ സിദ്ധാന്തങ്ങളുമായിട്ട് കുട്ടി പരിപൂർണമായിട്ട് യോജിച്ചു പോകുന്ന ഘട്ടം. അതാണ് 6ാമത്തെ ഘട്ടം. ഇങ്ങനെ 6 ഘട്ടങ്ങളായിട്ട് 3 തലങ്ങൾ അഥവാ 3 തലങ്ങളായിട്ടുള്ള 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കുട്ടിയുടെ സാൻമാർഗിക വികസനത്തിൽ. ഇങ്ങനെ 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കോൾബർഗ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊരു ലളിതമായ മറ്റൊരു രൂപത്തിൽ കൂടി മനസ്സിലാക്കാം. ഈ പറഞ്ഞ 3 ലെവലുകൾ ഉണ്ടല്ലോ, 3 തലങ്ങൾ, അവയെ ഏറ്റവും താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ചിത്രത്തിൽ. പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഓരോ ലെവലിലും 2 സ്റ്റേജുകൾ വീതമുണ്ട്. പ്രീ കൺവെൻഷണൽ ലെവലിലെ 2 സ്റ്റേജുകളിൽ ഒന്നാമത്തത് അവോയ്ഡിങ് പണിഷ്മെന്റ്. അത് നമ്മൾ പറഞ്ഞു, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടി മറ്റുള്ളവരെ അനുസരിക്കുന്ന ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടം അഥവാ സ്റ്റേജ് 2 എയിമിംഗ് അറ്റ് എ റിവാർഡ്, അഥവാ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടി, അഥവാ തൻ്റെ ഒരു ആവശ്യം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അനുസരിക്കുന്നു. എന്തെങ്കിലും ഒരു റിവാർഡ് കുട്ടിക്ക് കിട്ടണം എങ്കിലാണ് കുട്ടി അനുസരിക്കുക. 3ാമത്തെ സ്റ്റേജ്
അഥവാ അത് കൺവെൻഷണൽ ലെവലിൽ പെട്ടതാണ്. കൺവെൻഷണൽ ലെവലിൽ 2 സ്റ്റേജുകളുണ്ട്. 3-മത്തെയും 4-മത്തെയും സ്റ്റേജ് കൺവെൻഷണൽ ലെവലിൽ പെട്ടതാണ്. 3-മത്തെ സ്റ്റേജ് നോക്കുമ്പോൾ ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ്. ആ ഘട്ടത്തിന്റെ പ്രത്യേകത സംഘ മാനദണ്ഡങ്ങളോട് കുട്ടി ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. അഥവാ കൂട്ടുകാർക്കിടയിൽ നല്ലവൻ അല്ലെങ്കിൽ നല്ല കുട്ടി എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി ശ്രമിക്കുന്ന ഘട്ടമാണ് ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. 4-മത്തത് ലോയൽറ്റി ടു ലോ ആൻഡ് ഓർഡർ. സാമൂഹിക നിയമങ്ങളോട് കുട്ടി ആയോജനം പുലർത്തുന്ന ഘട്ടം, ലോയൽറ്റി ടു ലോ ആൻഡ് ഓർഡർ. ഇനി അടുത്ത ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അതിലാണ് സ്റ്റേജ് 5-ഉം സ്റ്റേജ് 6-ഉം. സ്റ്റേജ് 5 എന്താണ്? ജസ്റ്റിസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ലോ. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ജസ്റ്റിസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ലോ. 6-മത്തെ സ്റ്റേജ് അതിൽ നിന്നും അല്പം കൂടി ഉയർന്നിട്ടുള്ള ഉന്നത വിധാനമാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. ഇങ്ങനെ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക. പ്രത്യേകിച്ചും കാറ്റഗറി 3-യുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ ഈ വാക്കുകൾ കൂടി, ഈ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.